Hello, good evening to all. Welcome back to our channel. ഈക്വൽ ട്രയാങ്കിൾ മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഈക്വൽ ട്രയാങ്കിളുടെ കണ്ടിന്യൂഷനാണ്. രണ്ട് ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സി തന്നെ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾ എ ഡി സിയും ട്രയാങ്കിൾ ഡി സി ബിയും. ഇതിലും ട്രയാങ്കിൾ പി ക്യു ആർ, അതിൽ തന്നെ രണ്ട് ട്രയാങ്കിൾ പി ക്യു എസും ട്രയാങ്കിൾ പി എസ് ആറും, അങ്ങനെ രണ്ട് ട്രയാങ്കിളുണ്ട്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാം? ഫസ്റ്റ് രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ആംഗിൾ എ ഡി സി, ത്രികോണം എ ഡി സിയും ട്രയാങ്കിൾ പി ക്യു എസും, ആ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് എ സിയും എ സി എന്ന സൈഡ് പി ക്യു എന്ന സൈഡിന് ഈക്വലാണ്. എ സി എന്ന സൈഡ് പി ക്യു എന്ന സൈഡിന് ഈക്വലാണ്. അതെങ്ങനെയാണ്? എ സി ഇസ് ഈക്വൽ ടു ഏതാണ്? എ സി ഇസ് ഈക്വൽ ടു പി ക്യു ആണ്. എ സി ഇസ് ഈക്വൽ ടു പി ക്യു. ദെൻ പിന്നെ നമുക്ക് നോക്കുമ്പോൾ ആംഗിൾ ഡിയും, അതായത് ആംഗിൾ എ ബി സി എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിളാണെന്ത്? നമ്മൾ വലിയ രണ്ട് ട്രയാങ്കിൾസ്, അതായത് ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ ബി ഇസ് ഈക്വൽ ടു ക്യു ആറും ബി സി ഇസ് ഈക്വൽ ടു പി ആർ, എ സി ഇസ് ഈക്വൽ ടു പി ക്യുവുമാണ്. എ സി ഇസ് ഈക്വൽ ടു പി ക്യു. അതിൽ നിന്ന് ബി സിക്ക് ഓപ്പോസിറ്റാണ് ആംഗിൾ എ. അതുപോലെ തന്നെ പി ആറിന് ഓപ്പോസിറ്റാണ് ആംഗിൾ ക്യു.